له ربه أسلم قال أسلمت لرب العالمين الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഏറ്റവും ബഹുമാന്യരും ആദരണീയരുമായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടുകയും ചെയ്യുന്ന നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷത്തോടെ അനുഗ്രഹത്തോടുകൂടി നാം നോക്കിക്കാണുന്ന ഈദുൽ അദ്ഹയുടെ ആഘോഷത്തിൻ്റെ സുദിനത്തിലാണ് നമ്മളുള്ളത്. ഈദുൽ അദ്ഹ എന്നത് ത്യാഗത്തിൻ്റെ, ജീവിതത്തിൻ്റെ ഇഷ്ടങ്ങളെയും താല്പര്യങ്ങളെയും അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനും അള്ളാഹുവിൻ്റെ താല്പര്യത്തിനും ത്യജിക്കേണ്ടതുണ്ട് എന്ന് ഓരോ വിശ്വാസിയെയും എല്ലാ സന്ദർഭങ്ങളെയും ഉണർത്തുന്ന മഹത്തായ ഒരു സന്ദേശം നൽകുന്ന ഇസ്ലാമിലെ രണ്ട് ആഘോഷങ്ങളിൽ ഒരാഘോഷമാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെയും മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമയുടെയും ഇബ്രാഹിം നബിയുടെ ഭാര്യയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമയുടെ മാതാവുമായ ഹാജറിൻ്റെയും ജീവിത ചരിത്രത്തെ ഒരു മാസത്തോളമായി നാം ഓർക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തു. എന്താണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമയുടെയും ഹാജറിൻ്റെയും ജീവിത ചരിത്രം? രണ്ട് പ്രവാചകന്മാർ, അതിൽ ഇബ്രാഹിം നബിയുടെ ഭാര്യയും ഇസ്മായിൽ നബിയുടെ മാതാവും ജീവിതത്തിൽ പരീക്ഷണങ്ങൾ മാത്രം, പ്രതിസന്ധികൾ മാത്രം അനുഭവിച്ച ചരിത്രമാണ് അവരുടെ ചരിത്രത്തിലുള്ളത്. ഇബ്രാഹിം നബിയുടെയും കുടുംബത്തിൻ്റെയും ചരിത്രം ആലോചിക്കുമ്പോൾ ഒരു സന്തോഷത്തിൻ്റെ ഒരവസരം അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? തൊട്ടടുത്ത് സങ്കടത്തിൻ്റെ, പരീക്ഷണത്തിൻ്റെ, അതിന് വിധേയമായിട്ടുള്ള ചരിത്രമാണ് അവരുടെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെയൊക്കെ സ്വാഭാവികമായി അവരുടെ ജീവിതത്തിലെ ചില ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ആ ഇഷ്ടങ്ങളും ആ താല്പര്യങ്ങളും അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനും വിശുദ്ധ ഇസ്ലാം എന്ന ദീനിൻ്റെ താല്പര്യത്തിനും ഏതിനാണ് പ്രാമുഖ്യം നൽകേണ്ടത് എന്ന ചോദ്യം അവരുടെ മുന്നിലേക്ക് വന്നപ്പോൾ ഞങ്ങളുടെ ഇഷ്ടത്തിനല്ല, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനാണ് താല്പര്യം നൽകേണ്ടത്, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനാണ് പ്രാമുഖ്യം നൽകേണ്ടത് എന്ന് ജീവിതത്തിൽ ജീവിച്ച് തെളിയിച്ച് കാണിച്ചു കൊടുത്ത ചരിത്രമാണ് ഈ കുടുംബത്തിൻ്റെ ചരിത്രം. ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം പിതാവ് എന്നത് ജീവിതത്തിൽ വളരെ അനിവാര്യമാണ്. ആ പിതാവിൻ്റെ സംരക്ഷണവും ആ പിതാവിനാലുള്ള സ്നേഹവായ്പകളും ലഭിക്കേണ്ട ഒരു കാലത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയോട്, സ്വന്തം പിതാവിനോട് വിശുദ്ധ ഇസ്ലാമിൻ്റെ ഏകദൈവ വിശ്വാസം പ്രഖ്യാപിക്കാൻ വേണ്ടി പറയുന്നത്. ഇബ്രാഹിം നബിയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ ഒരു സ്രോതസ്സോ ഭൗതികമായ വിഭവങ്ങളോ ഇബ്രാഹിം നബിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിതെൻ്റെ പിതാവിനോട് പറയണോ? ഒരു ഭാഗത്ത് പിതാവാണ്, മറുഭാഗത്ത് അള്ളാഹുവിൻ്റെ താല്പര്യമാണ്. ഇതിൽ ഇബ്രാഹിം നബിയെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടവും താല്പര്യവും പിതാവിൻ്റെ കീഴിൽ ജീവിക്കുക എന്നതാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടവും താല്പര്യവും കടന്നു വന്നപ്പോൾ ആ പിതാവിനോട് ആദർശം പ്രഖ്യാപിക്കുന്ന, ഏകദൈവ വിശ്വാസം പ്രഖ്യാപിക്കുന്ന ഒരു മകൻ്റെ, ഒരു പ്രവാചകന്റെ ചരിത്രം. അങ്ങനെ ഒരുപാട് കാലം, ഏകദേശം 6ഓളം രാഷ്ട്രങ്ങളിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചുറ്റി സഞ്ചരിച്ചിട്ടുള്ളത്. 6ഓളം രാഷ്ട്രങ്ങളിലൂടെ തൻ്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിനു വേണ്ടി ഈ വലിയ ഒരു സഞ്ചാരം ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ വിവാഹം കഴിഞ്ഞു. ആദ്യ ഭാര്യയിൽ ഏകദേശം 40-50 വർഷം അതിൽ മക്കളില്ലാതെ ജീവിക്കുന്നു. അങ്ങനെയാണ് ഈജിപ്തിൽ വെച്ചുകൊണ്ട് ഒരു രാജാവ് ഹാജറിനെ സമ്മാനിക്കുന്നത്.
ആ ഹാജറിലാണ് ഇസ്മായിൽ അലൈഹിസ്സലാം എന്ന മകൻ ഉണ്ടാകുന്നത്. ആ മകനുണ്ടാകുന്ന പ്രായം നല്ല ചോരത്തിളപ്പിൻ്റെ പ്രായമല്ല. ജീവിതത്തിൽ എല്ലാ ആഗ്രഹങ്ങളും താല്പര്യങ്ങളുമൊക്കെ സ്വാഭാവികമായി ജീവിതത്തിലൊരു വിൽ പവർ നഷ്ടപ്പെടുന്ന ഒരു കാലം. ആ കാലത്ത് സ്വാഭാവികമായി സഹായിയായി ഒരു മകന് ആവശ്യമാണ്. ആ മകൻ ഉണ്ടാകുന്നു. ആ മകനുണ്ടായി ആ മകന് പാല് കൊടുക്കുന്ന പ്രായത്തിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട് അള്ളാഹുവിൻ്റെ കൽപ്പന ആ മകനെ ആരുമില്ലാത്ത ജീവിക്കുന്ന ആ സ്ഥലത്ത് നിന്ന് 1200 കിലോമീറ്ററുകളോളം അപ്പുറമുള്ള മക്ക മണലാരുണ്യത്തിൽ പാറക്കെട്ടുകൾ മാത്രമുള്ള ബിഗൈരി ദീ സറഇൻ, ഒരു കൃഷിയുമില്ലാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോയി താമസിപ്പിക്കണമെന്ന് മാത്രമല്ല, അവരുടെ കൂടെ നിങ്ങളും താമസിച്ചോ എന്നല്ല, ഭാര്യയെയും മകനെയും താമസിപ്പിച്ച് തിരിച്ചു വരണം, നാട്ടിലേക്ക് തിരിച്ചു വരണം. കുറെ കാലം കഴിഞ്ഞ് വീണ്ടും അള്ളാഹുവിൻ്റെ അനുവാദം ലഭിക്കുന്നു, തിരിച്ചു പോകണം. അവിടെ എത്തുമ്പോൾ ഫലമ്മ ബലഅമഹു സഈ, ഖുർആൻ അങ്ങനെയാണ് പ്രയോഗിക്കുന്നത്. ഇബ്രാഹിം നബിക്ക് ഒരു സഹായം ചെയ്യാനുള്ള പ്രായമായപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന ആ മകനെ അറുക്കണമെന്ന്. ഇങ്ങനെ ജീവിതത്തിൽ സ്വന്തം ഇഷ്ടവും താല്പര്യവും ഒക്കെ വന്നപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന പൂർണ്ണമായി അനുസരിക്കാൻ ഇബ്രാഹിം നബിയും കുടുംബവും തയ്യാറായി. ഒരു മനുഷ്യൻ്റെ ഇസ്ലാമിക ജീവിതം, ഒരു മനുഷ്യൻ്റെ പുരോഗമനത്തിൻ്റെ ഘട്ടങ്ങൾ, ഒരു മനുഷ്യൻ്റെ ഭൗതികമായ വളർച്ച വരെ ജീവിതത്തിൽ സാർത്ഥകമാകുന്നത് ഒരു മനുഷ്യൻ മാത്രം വിചാരിച്ചാൽ സാധിക്കുകയില്ല. അതിന് മക്കളുടെ സപ്പോർട്ട് ആവശ്യമാണ്, അതിന് ഭാര്യയുടെ സപ്പോർട്ട് ആവശ്യമാണ്. ഒരാദർശ ജീവിതം നയിക്കാൻ ഇബ്രാഹിം നബിയുടെ ഭാര്യ കൂടെ നിന്നു. ആ അല്ലാഹു അമറക്കയ ഇബ്രാഹിം, ഇബ്രാഹിം ഇത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണോ എങ്കിൽ താങ്കൾ പോയിക്കൊള്ളുക. ഇസ്മായിൽ നബി അലൈഹിസ്സലാമയോട് മോനെ ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹുക, നിന്നെ അറുക്കണമെന്നത് എൻ്റെ സ്വപ്നമാണ്, ഞാൻ എന്ത് ചെയ്യണം? ഇഫ്അൽ മാ തുഅ്മർ, പിതാവേ അള്ളാഹു എന്താണോ കൽപ്പിച്ചിട്ടുള്ളത് അത് താങ്കൾ ചെയ്തു കൊള്ളുക എന്ന് മകൻ തിരിച്ചു പറയുന്നു. ഇങ്ങനെ ഒരു കുടുംബത്തിന്റെ മുന്നിലേക്ക് സ്വന്തം ഇഷ്ടവും സ്വന്തം താല്പര്യങ്ങളും കടന്നു വന്നപ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനും താല്പര്യത്തിനും അവർ കൂടെ നിന്നു എന്നതുകൊണ്ടാണ് വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, അള്ളാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ അള്ളാഹുവിൻ്റെ കൂട്ടുകാരനാണ് എന്ന് ഇബ്രാഹിം നബി പറഞ്ഞതല്ല, അള്ളാഹു പറഞ്ഞു ഇബ്രാഹിം എൻ്റെ കൂട്ടുകാരനാണ്. ഇബ്രാഹിം റബ്ബുഹു ബികലിമാത്തിൻ, അള്ളാഹു പറയുന്നു ഇബ്രാഹിം നബിയെ ഒരു പരീക്ഷണമല്ല, ഒരുപാട് കാര്യങ്ങളെ കൊണ്ട് ഞാൻ പരീക്ഷിച്ചു. ഫഅത്തമ്മഹുന്ന, ആ പരീക്ഷണങ്ങളിലെല്ലാം ഇബ്രാഹിം പ്രവാചകൻ വിജയിച്ചു. ഖാല, അള്ളാഹു പറഞ്ഞു ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, ഞാൻ നിന്നെ ജനങ്ങൾക്കായി ഇമാമാക്കുന്നു. വിശുദ്ധ ഖുർആൻ അതൊരൊറ്റ ആയത്തിലൂടെ വളരെ കൃത്യമായി വിശദീകരിക്കുന്നത്. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയോട് പറഞ്ഞു നീ മുസ്ലിമാകുക, പൂർണ്ണമായി അള്ളാഹുവിന് കീഴൊതുങ്ങുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പൂർണ്ണമായി കീഴൊതുങ്ങിയിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഈദിന്റെ സന്ദേശം എന്നത് മുസ്ലിമാകുക, പൂർണ്ണമായി അള്ളാഹുവിന് കീഴ്പ്പെടുക, ഇസ്ലാം എന്ന മതത്തിൽ അഭിമാനമുണ്ടാകുക എന്ന സന്ദേശമാണ്. നാം വലിയ ഭാഗ്യവാന്മാരാണ്. വിശുദ്ധ ഇസ്ലാം എന്ന മതത്തിൽ ജനിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. നമ്മൾ ആരും മതത്തിന്റെ പേരിലുള്ള അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ പേരിലുള്ള അല്ലെങ്കിൽ ഇസ്ലാം എന്ന മതം സ്വീകരിച്ചതിനാലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ നമുക്കിടയിൽ നിന്ന് നമ്മിലേക്ക് കടന്നു വരുന്നില്ല. ജാതീയതയുടെ രൂപമായി, വംശീയതയുടെ രൂപമായി, നിറത്തിന്റെ രൂപമായി, തൊഴിലാളിയായി എന്നതിൻ്റെ പേരിൽ ഈ മതത്തിൽ ജനിച്ചതുകൊണ്ട് ഞാൻ പ്രയാസപ്പെടുകയാണല്ലോ എന്ന് തോന്നിപ്പിക്കാത്ത മാനവികതയുടെ മനുഷ്യത്വത്തിന്റെ മതമാണ് ഇസ്ലാം എന്നത്. എന്നാൽ നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ, ഈ മതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം ഈ മതത്തെ അഭിമാനത്തോടുകൂടി കണ്ട എത്രയോ മഹാന്മാരുടെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാം എന്ന മതം ഞാൻ സ്വീകരിച്ചതുകൊണ്ടാണ്, ഇസ്ലാം എന്ന മതത്തിലേക്ക് ഞാൻ കടന്നു വന്നതുകൊണ്ടാണ് എനിക്കൊരു മനുഷ്യനാകാൻ സാധിച്ചത് എന്ന് പറഞ്ഞ എത്രയോ മഹാന്മാരുടെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. അമേരിക്കയിൽ വംശീയതയേറെ കൊടുമ്പിരി കൊണ്ട ഒരു കാലത്താണ് ഒരു പാസ്റ്ററുടെ മകനായിക്കൊണ്ട് മാൽക്കം എക്സ് എന്ന അമേരിക്കയിലെ രാഷ്ട്രീയ മത രംഗത്ത് തിളങ്ങി നിന്ന ഒരു കുട്ടി ഒരു പാസ്റ്ററുടെ മകനായിക്കൊണ്ട് ജനിക്കുന്നത്. കറുത്ത വർഗക്കാരനായതുകൊണ്ട്
അവകാശമില്ലാതെ സ്വാതന്ത്ര്യമില്ലാതെ അടിമയായി കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് കറുത്ത വർഗക്കാരുടെ അവകാശ പോരാട്ടത്തിന് ഈ പാസ്റ്റർ മുന്നിൽ നിന്നു എന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട് അഗ്നിക്കിരയാക്കി. ട്രെയിനിൽ നിന്ന് വെളുത്ത വർഗക്കാർ അദ്ദേഹത്തെ തള്ളിയിട്ട് കൊലപ്പെടുത്തി. പിന്നീട് ഈ മകൻ മാൽക്കം എക്സ് എന്ന് പറയുന്ന ഈ മകൻ അനാഥശാലയിൽ പ്രവേശിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ചരിത്രം പറയുകയാണ്. അദ്ദേഹത്തോട് അനാഥശാലയിൽ പ്രവേശിച്ചതിന് ശേഷം അദ്ദേഹത്തോട് അധ്യാപകൻ ചോദിച്ചു, മാൽക്കം എക്സ്, താങ്കൾക്ക് ഭാവിയിൽ എന്താകാനാണ് ആഗ്രഹം? അദ്ദേഹം ഒരു കറുത്ത വർഗക്കാരനാണ്. കറുത്ത വർഗക്കാരന് ജീവിതത്തിൽ സ്വപ്നം കാണാൻ അവകാശമില്ലാതിരുന്ന ഒരു കാലത്ത് അദ്ദേഹം പറഞ്ഞു, ഐ വാണ്ട് ടു ബി എ ലോയർ. എനിക്കൊരു വക്കീലാകണം, എനിക്കൊരു നിയമജ്ഞനാകണം. അദ്ദേഹത്തെ പഠിപ്പിക്കുന്ന അധ്യാപകൻ അദ്ദേഹത്തോട് പറയുന്നു, മാൽക്കം, നോ റിയലിസ്റ്റിക് ഗോൾ. ഇത് താങ്കൾ ആഗ്രഹിക്കേണ്ട ഒരു ആഗ്രഹമല്ല. ഒരിക്കലും താങ്കൾക്ക് ഇങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ല. കാരണം താങ്കൾ ഒരു കറുത്ത വർഗക്കാരനാണ്. അതുകൊണ്ട് താങ്കൾക്ക് ആഗ്രഹിക്കാം ഒരു കാർപ്പന്റർ ആകാം, താങ്കൾക്കൊരു ആശാരിയാകാം, അല്ലെങ്കിൽ ഒരു മനപ്പണിക്കാരനാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തൊഴിലിടങ്ങളിൽ തൊഴിൽ ചെയ്യുന്ന ഒരു സാധാരണക്കാരനാകാം എന്ന് മാൽക്കം എക്സിനോട് ഈ അധ്യാപകൻ പറഞ്ഞപ്പോ അദ്ദേഹം പറയുന്നു, എന്റെ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും നഷ്ടപ്പെട്ടു എന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ ലഹരിയിൽ അഭയം തേടി, ഞാൻ മയക്കുമരുന്നിൽ അഭയം തേടി. അങ്ങനെ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. ജയിലിൽ വെച്ചുകൊണ്ട് അദ്ദേഹം മനുഷ്യത്വത്തെ കുറിച്ച് അന്വേഷിക്കുകയാണ്. അവിടെ മുസ്ലിങ്ങളായ കുറച്ച് ആളുകളുണ്ട്. ആ മുസ്ലിങ്ങളായ ആളുകളിൽ നിന്ന് അദ്ദേഹം ഇസ്ലാം എന്ന മതത്തെക്കുറിച്ച് അറിയാനും അതിനെക്കുറിച്ച് വായിക്കാനും അതിനെക്കുറിച്ച് പഠിക്കാനും അദ്ദേഹം തയ്യാറായി. അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു. ലഹരി അദ്ദേഹം ഒഴിവാക്കി. മയക്കുമരുന്നിൽ നിന്ന് അദ്ദേഹം മാറി നിന്നു. അദ്ദേഹം ജയിലിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു, എനിക്ക് ജയിലിന് പുറത്തെത്തിക്കഴിഞ്ഞാൽ ഹജ്ജിന് പോകണമെന്നത്. മാൽക്കം എക്സ് അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രത്തിൽ പറയുന്നുണ്ട്, ഞാൻ ഹജ്ജിന് പോയി. ലക്ഷക്കണക്കിന് ആളുകൾ, തൊഴിലാളിയും മുതലാളിയുമില്ല മുള്ള, രാജാവും പ്രജകളുമുള്ള, അവിടെ ചുവപ്പും കറുപ്പും വെളുപ്പുമുള്ള മനുഷ്യരെ ഞാൻ കണ്ടു. ഒരേ വേഷത്തിൽ ഒരേ സ്ഥലത്ത് മുസ്ദലിഫയടക്കമുള്ള സ്ഥലങ്ങളിൽ പായ വിരിച്ചുകൊണ്ട് രാജാവോ പ്രജയോ എന്ന് വ്യത്യാസമില്ലാതെ, സൗദി അറേബ്യക്കാരനോ നൈജീരിയക്കാരനോ എന്ന് വ്യത്യാസമില്ലാതെ, അടിമയോ ഉടമയോ എന്ന് വ്യത്യാസമില്ലാതെ, നിറത്തിന്റെ വകഭേദങ്ങളില്ലാതെ എല്ലാവരും മനുഷ്യരായി ഒന്നിച്ച് കഴിയുന്ന ആ ദിവസങ്ങൾ എൻ്റെ മനസ്സിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത് മനുഷ്യന്റെ ചുവപ്പോ മനുഷ്യന്റെ കറുപ്പോ മനുഷ്യന്റെ വെളുപ്പോ അല്ല. മനുഷ്യനെ തീരുമാനിക്കുന്നത് മനുഷ്യന്റെ തൊലിയല്ല. മാനവികതയെ തീരുമാനിക്കുന്നത് മനുഷ്യ മനസ്സിനകത്തുള്ള മനുഷ്യത്വമാണ്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ഹേ മനുഷ്യരെ, നിങ്ങളെ ഞാൻ വിവിധ ഗോത്രങ്ങളും വിവിധ വിഭാഗങ്ങളുമാക്കിയിട്ടുള്ളത് അത് നിങ്ങളെ തിരിച്ചറിയാനാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ അവൻ അല്ലാഹുവിനോട് കൂടുതൽ അടുക്കുന്നവനാണ് എന്ന സന്ദേശം അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ സൂചിപ്പിച്ചത് മുസ്ലിമായതിന്റെ പേരിൽ, ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ പേരിൽ ഈ മതത്തിന്റെ മാനവികത കണ്ടറിഞ്ഞ, സുരക്ഷിതത്വം അനുഭവിച്ചറിഞ്ഞ, മനുഷ്യത്വമുള്ള, മനുഷ്യപ്പറ്റുള്ള, സ്നേഹവും കരുണയുമുള്ള ഒരു മതമാണ് എന്ന് തിരിച്ചറിയാൻ ലോകത്തെ മഹാന്മാർക്ക് സാധിച്ച ഒരു മതത്തിലാണ് നാം പെറ്റുവീണിട്ടുള്ളത്. ഈ മതമെന്നത് നമുക്ക് സുരക്ഷിതത്വമാണ്. നമ്മുടെ വിശ്വാസം എന്നത് നമുക്ക് സുരക്ഷിതത്വമാണ് ഏകദൈവ വിശ്വാസം എന്നത്. അതുകൊണ്ടാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം മരണപ്പെടാൻ കിടക്കുന്ന സന്ദർഭത്തിൽ മക്കളോട് ചോദിക്കുന്നുണ്ട്, അം കുൻതും ശുഹദാഅ ഇദ് ഹലറ യഅഖൂബൽ മൗത്ത് ഇദ് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി. മനുഷ്യന് സമ്പത്തുണ്ടായതുകൊണ്ട് കാര്യമില്ല, മനുഷ്യന് അധികാരമുണ്ടായതുകൊണ്ട് കാര്യമില്ല. സമ്പത്തും അധികാരവും ഈ ഭൗതികമായ വിഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും മനുഷ്യ ജീവിതത്തിൽ യഥാർത്ഥത്തിലുള്ള വിശ്വാസമില്ലെങ്കിൽ ആ മനുഷ്യൻ പതനത്തിലേക്ക് അടുക്കും. അതുകൊണ്ടാണ് മരണപ്പെടാൻ കിടക്കുന്ന സന്ദർഭത്തിൽ പോലും സ്വത്തിനെ കുറിച്ചോ ഐഹിക ജീവിതത്തെക്കുറിച്ചോ ഭൗതിക വിഭവങ്ങളെ കുറിച്ചോ അല്ല ഒരു പിതാവ് ചോദിക്കുന്നത്. ഇത് ഖാലലി ബനീഹി, മക്കളോട് ചോദിച്ചു, മാ തഅബുദൂന മിൻ ബഅദി, മക്കളെ, എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് വിളിച്ച് പ്രാർത്ഥിക്കുക? ഖാലു, അവർ പറഞ്ഞു, നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ
ഇലാഹം വാഹിദ വനഹ്നു ലഹു മുസ്ലിമൂൻ. ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ, ഇസ്മായിൽ നബിയുടെ, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം ഇവരെല്ലാം വിളിച്ചു പ്രാർത്ഥിച്ചാരാധിച്ച ഏകദൈവത്തെയാണ് ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുക. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ മുസ്ലിമായി കൊണ്ട് ജീവിക്കുമെന്ന് അവർ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഏകദൈവ വിശ്വാസത്തിന്റെ നിർഭയത്വം, ഏകദൈവ വിശ്വാസത്തിന്റെ തൗഹീദിന്റെ നിർഭയത്വം ലഭിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ പോലും മനുഷ്യരുടെ മാംസം പച്ചക്കെടുത്ത് ചട്ടിയിലിട്ട് വറുത്ത് കടിച്ചവരവസ്ഥയുണ്ടായത്. മനുഷ്യ മാംസം കടിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല, ജീവിതത്തിലേക്ക് ഐശ്വര്യമുണ്ടാകാനാണ്. 698 പവൻ ഞാൻ വർദ്ധിപ്പിച്ചു തരാം എന്ന് ഒരു ചൂഷണക്കാരനായ ഒരു പുരോഹിതൻ വന്ന് പറഞ്ഞപ്പോഴേക്ക് അത് നൽകാനും അതിനാൽ കൊലപാതകത്തിലേക്ക് എത്താനും കാരണമായി തീർന്നത് ഏകദൈവ വിശ്വാസം ജീവിതത്തിൽ നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. കുഞ്ഞ് ജനിച്ചതിന് ശേഷം 5 ബാങ്ക് കൊടുത്തതിന് ശേഷം കുഞ്ഞിന് പാല് കൊടുത്താൽ മതി എന്നൊരു പുരോഹിതൻ പറഞ്ഞപ്പോ അതിന് തയ്യാറാകാനുണ്ടായ കാരണം ഏകദൈവ വിശ്വാസം ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈദിന്റെ ഏറ്റവും വലിയ സന്ദേശം എന്നത് ഏകദൈവ വിശ്വാസത്തിൽ അചഞ്ചലമായി, പിതാവ് കൂടെയില്ലെങ്കിലും, നാട്ടുരാജാവ് കൂടെയില്ലെങ്കിലും, ആരൊപ്പമില്ലെങ്കിലും എന്റെ വിശ്വാസത്തെ ഞാൻ അടിയറ വെക്കാൻ തയ്യാറല്ല എന്ന ആദർശത്തിന്റെ ജീവിതമാണ് ഈ ഈദിന്റെ സന്ദേശം. ഇസ്ലാമിന്റെ മുഴുവൻ നിയമങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സുരക്ഷിതത്വം നൽകുന്നതാണ്. നമ്മൾ ആലോചിച്ചു നോക്കൂ, പുതിയ ചെറുപ്പത്തെ സംബന്ധിച്ചിടത്തോളം അവർ ലഹരിയിൽ അഭിരമിക്കുന്ന അപകടകരമായ ഒരു കാലത്താണുള്ളത്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഈ കാലത്തോളം ആസ്വദിക്കാൻ പറ്റിയ, അനുവദനീയമായി ആസ്വദിക്കാൻ പറ്റിയ, ഹലാലായി ആസ്വദിക്കാൻ പറ്റിയ ഒരു കാലം നമ്മുടെ മുൻപിൽ വേറെയില്ല. നമുക്ക് ആസ്വദിക്കാൻ എത്ര വഴിയുണ്ട്. നമുക്കൊരു ജീവിതമുണ്ട്, നമുക്കാരോഗ്യമുണ്ട്, നമുക്ക് സമ്പത്തുണ്ട്, നിർഭയത്വമുള്ള ഒരു നാടുണ്ട്. ഈ നാട്ടിൽ ജീവിതമാണ് ലഹരി എന്നത്, ജീവിതമാണ് ആസ്വദിക്കേണ്ടത്. തന്റെ ബോധം നഷ്ടപ്പെട്ടുകൊണ്ട് ലഹരിയിൽ അഭിരമിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരിക്കലും യഥാർത്ഥത്തിലുള്ള ആസ്വാദനത്തെ കണ്ടെത്തുന്നില്ല. അതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത് ലഹരി എന്നത് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം ഏത് മേഖലയിൽ എത്തിപ്പെട്ടാലും, നമ്മൾ ആരായാലും, നമുക്കെത്രത്തോളം പ്രൗഢിയും പ്രതാപവും ഉണ്ടെങ്കിലും, നമുക്കെത്രത്തോളം അധികാരവും സ്വാധീനവും ഉണ്ടെങ്കിലും, ഈ മതത്തെ ഉപേക്ഷിച്ചുകൊണ്ട്, മതത്തിന്റെ നിയമങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് നമ്മളൊരു ജീവിതം നയിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിലെ നാശമാണ് എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മുടെ മതത്തെ അഭിമാനത്തോടു കൂടി കാണാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ദക്ഷിണാഫ്രിക്ക എന്ന് പറയുന്ന ഒരു രാജ്യത്ത്, ആ രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്രിക്കറ്റ് താരം, ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ഹാഷിം അംല, എല്ലാവരും ആദരിക്കുന്ന, എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു ഇസ്ലാമിക രാജ്യത്തല്ല അദ്ദേഹം ജീവിക്കുന്നത്. അദ്ദേഹത്തോട് മാനേജ്മെന്റ് ഒരിക്കൽ പറഞ്ഞു, കാസൽ ലാഗർ എന്ന് പറയുന്ന ഒരു മദ്യ കമ്പനിയുടെ ജേഴ്സി അണിഞ്ഞുകൊണ്ട് എല്ലാ ആളുകളും ഗ്രൗണ്ടിൽ പ്രവേശിക്കണമെന്നത്. ഹാഷിം അംല പറഞ്ഞു, ആസ് എ മുസ്ലിം ഐ കനോട്ട് പ്രൊമോട്ട് ആൽക്കഹോൾ. ഞാനൊരു മുസ്ലിം ആയിരിക്കെ മദ്യത്തെ, ആൽക്കഹോളിനെ എനിക്ക് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് അദ്ദേഹം പറയുകയും തന്റെ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തോട് മാനേജ്മെന്റ് പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, നിങ്ങൾ ആ ജേഴ്സി അണിയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കളിക്കാരൻ തന്റെ വിശ്വാസത്തെ സംരക്ഷിക്കുന്ന, എന്റെ മതവിശ്വാസത്തിനെതിരായ ഒന്ന് അംഗീകരിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞപ്പോൾ ആ ദൃഢമായ വിശ്വാസത്തിൽ അതിൽ ആസ്വാദനം കണ്ടെത്തി അത് അംഗീകരിച്ചുകൊണ്ടാണ് അതേ ടീമിലെ കളിക്കാരനായ ഇടങ്കയ്യൻ ബൗളറായ വെയിൻ പാർണൽ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. ഞാൻ സൂചിപ്പിച്ചത് വിശ്വാസം എന്നത്, നമ്മുടെ ആദർശം എന്നത്, നമ്മുടെ ഇസ്ലാമിക നിയമങ്ങൾ എന്നത് ജീവിതത്തിന്റെ ഏത് മേഖലകളിലായാലും അതനുസരിക്കുക എന്നതിൽ നമുക്ക് അഭിമാനമുണ്ടാകണം. ഇസ്ലാം മാനവികതയുടെ സന്ദേശമാണ് നമ്മളോട് പറയുന്നത്. മാതാപിതാക്കളോടുള്ള ബാധ്യതാ നിർവഹണം ഇത്രത്തോളം പറഞ്ഞ ഒരു ഗ്രന്ഥം ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. വിശുദ്ധ ഇസ്ലാമിൽ നമസ്കാരത്തിന്റെ രൂപം ഖുർആനിൽ എവിടെയുമില്ല. നമസ്കാരത്തിന്റെ രൂപം ഖുർആനിൽ എവിടെയുമില്ല. നമസ്കരിക്കണമെന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. എന്നാൽ പ്രായമായ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് ആവർത്തിച്ചാവർത്തിച്ച് ഖുർആൻ പറയുന്നുണ്ട്. നമ്മുടെ ചെറുപ്പത്തിൽ നാം ഏറ്റവും കൂടുതൽ നമ്മുടെ നാവിലൂടെ ഉച്ചരിക്കുന്ന പദമാണ് ഉമ്മ എന്ന പദം.
ഉപ്പയെ വിളിക്കുന്നതിനേക്കാൾ നാം ഉമ്മയെ വിളിച്ച് വളർന്നവരാൻ. നമ്മുടെ പ്രായം ഇങ്ങനെ അധികരിക്കുന്നതിനനുസരിച്ച്, നാം ഒരു വ്യക്തിയായി രൂപപ്പെടുന്നതിനനുസരിച്ച് നമ്മുടെ വിവാഹം കഴിയുന്നതോടുകൂടെ നമ്മുടെ നാവിൽ നിന്ന് കുറഞ്ഞു പോകേണ്ട പദമല്ല മാതാവിന്റെ പദം, ഉമ്മ എന്ന പദം. അതുകൊണ്ടാണ് മതം പറഞ്ഞത് മാതാപിതാക്കളുടെ സംതൃപ്തിയിലാണ് അള്ളാഹുവിന്റെ സംതൃപ്തി. മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാഹുവിന്റെ കോപം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ മാതാവ് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ, പിതാവിന്റെ ജീവിതം അവസാനിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ അധികരിക്കുന്നതിനനുസരിച്ചുകൊണ്ട് ഏറ്റവും അധികമായി നാം ഓർക്കുന്ന രണ്ടാളുകളായിരിക്കും മാതാവും പിതാവും. അതുകൊണ്ട് നമ്മുടെ തിരക്കുകൾക്കിടയിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിനിടയിൽ, നമ്മുടെ സാമ്പത്തിക സ്രോതസ് കണ്ടെത്തുന്നതിനിടയിൽ നാം മനസ്സിലാക്കേണ്ട, നാം തിരിച്ചറിയേണ്ട, നാം അവകാശം നൽകേണ്ട രണ്ടുപേരാണ് നമ്മുടെ മാതാപിതാക്കൾ. ലോകത്ത് വിജയിച്ച, ഏത് രംഗത്ത് വിജയിച്ച ആളുകളെയും നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ. അവരുടെ ഇന്റർവ്യൂ നിങ്ങൾ കണ്ടു നോക്കൂ. അവരോടുള്ള സംസാരം നമ്മളൊന്ന് കേട്ടു നോക്കൂ. അവരുടെ ജീവിതത്തിൽ വിട്ടുപോകാത്ത രണ്ട് പേരുകളായിരിക്കും മാതാവിന്റെയും പിതാവിന്റെയും പേരുകൾ. അവരുടെ കൂടെയുള്ള ഓർമ്മകൾ, അവരുടെ അവരുടെ കൂടെയുള്ള സ്നേഹത്തോടെയുള്ള വളർച്ച. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്ത് നമുക്ക് വളരണോ, നമുക്ക് വലുതാകണോ, നമുക്ക് ഭൗതികമായ വിഭവങ്ങളിൽ വളർച്ചയുണ്ടാകണോ, അവിടെ വരെ നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോകുന്നതിന്റെ മുൻപ് അവരോട് മാന്യമായി വർത്തിക്കാൻ, അവർ മരിക്കുന്ന സമയത്ത് പോലും എന്റെ കുട്ടി, എന്റെ മോൻ എന്ന് പറഞ്ഞ് ഓരോരുത്തരെയും കുറിച്ച് വിചാരമുണ്ടായാൽ, അവരുടെ വൈകാരികമായ പ്രാർത്ഥനയുണ്ടായാൽ, അത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഇരു ലോകത്തും നമുക്ക് പ്രദാനം ചെയ്യും. വിധവകൾ ഓരോ സ്ത്രീകളും ആലോചിക്കേണ്ടതാണ്. ഒരു ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ അഭിമാനമാണ്. എത്രയോ സ്ത്രീകൾ വളരെ ചെറിയ കാലത്ത് തന്നെ വിധവകളായിട്ടുണ്ട്. അതുകൊണ്ടാണ് മതം പറഞ്ഞത്, നിങ്ങൾക്ക് ജിഹാദ് ചെയ്യണം. ആ ജിഹാദ് വാളുകൊണ്ടല്ല, കുന്തം കൊണ്ടല്ല, ബോംബ് കൊണ്ടല്ല. പാവപ്പെട്ടവന്റെ വിധവയുടെ കാര്യത്തിൽ നിങ്ങൾ കഠിനാധ്വാനം ചെയ്താൽ അവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവനെ പോലെയാണ് എന്ന്. നിങ്ങളുടെ കടുകടുത്ത മനസ്സ് നിങ്ങൾക്ക് ലോലമാക്കണോ? യതീമിന്റെ തലയൊന്ന് തടവിയാൽ മതി. അനവകാഫിലുൽ യതീമി ഫിൽ ജന്നതി ഹക്കദ, ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവനും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്ത് നിങ്ങൾക്ക് സ്ഥലം വേണോ എങ്കിൽ അനവകാഫിലുൽ യതീമി ഫിൽ ജന്നതി ഹക്കദ, ഈ രണ്ട് വിരലുകൾ പോലെ ഞങ്ങൾ അടുത്തിരിക്കുന്നവരായിരിക്കും. ആര്? യതീമിനെ സംരക്ഷിക്കുന്നവൻ, വിധവക്ക് വേണ്ടി ഓടി നടക്കുന്നവൻ, രോഗികൾ, പ്രയാസപ്പെടുന്നവർ. ജീവിതത്തിലെ എല്ലാ സന്തോഷവും അവസാനിക്കാൻ ഒരൊറ്റ ടെസ്റ്റ് വന്നാൽ മതി. ആ ടെസ്റ്റിന് വലിയ പണം ആവശ്യമുണ്ടാകില്ല. അതിനേക്കാൾ 10,000 ഇരട്ടി പണം നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടാകാം. എന്നാൽ ഒരു 10,000 രൂപയുടെ ടെസ്റ്റ് അത് വന്ന് നിങ്ങൾക്ക് ക്യാൻസർ ആണ് കേട്ടോ, കിഡ്നി നഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ, മാരകമായ രോഗമാണ് കേട്ടോ, ഡയാലിസിസിലേക്ക് നീങ്ങേണ്ടതുണ്ട് കേട്ടോ, റേഡിയേഷന് വിധേയമാകേണ്ടതുണ്ട് കേട്ടോ എന്ന് കേട്ടാൽ തകർന്നു പോകുന്ന ഒന്നാണ് നമ്മുടെ ദുനിയാവ്. അതുകൊണ്ട് നമുക്ക് ദുനിയാവ് മാത്രം പോരാ. രോഗികളായ, കഷ്ടപ്പെടുന്ന, പിതാവ് നഷ്ടപ്പെട്ട വിധവകളായ ആളുകൾ, ആ ആളുകളെ അംഗീകരിക്കാനും അവർക്ക് സഹായം ചെയ്യാനും ഇല്ലാത്തവന്റെ കൂടെ നിൽക്കാനും ഈ പെരുന്നാൾ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അയൽവാസികൾ അവർ നിസ്സാരക്കാരല്ല. നമ്മൾ എത്ര തിരക്കുള്ളവരാണെങ്കിലും, അവർ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അവർ നമ്മുടെ അയൽവാസികളാണ്. അയൽവാസികളിൽ മതം ഇസ്ലാം പറയുന്നില്ല, എവിടെയും പറയുന്നില്ല. അൽ ജാർ എന്നാണ് അയൽവാസി. ആ അയൽവാസിയെ കുറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകന്റെ അടുത്ത് വന്നു. അയൽവാസിയോടുള്ള ബാധ്യതയെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, എനിക്ക് തോന്നിപ്പോയി ഞാനെങ്ങാനും എന്റെ അനന്തര സ്വത്തിൽ നിന്ന് അയൽവാസിക്ക് എടുത്തു കൊടുക്കേണ്ടി വരുമോ എന്ന് തോന്നിപ്പോയി. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അവൻ മുസ്ലിമാണ് എന്ന് പറയേണ്ടത് അവന്റെ അയൽപ്പക്കത്ത് ജീവിക്കുന്നവനാണ്. അവന്റെ കൈകൊണ്ട്, നാവുകൊണ്ട് സുരക്ഷിതനായിരിക്കും അയൽവാസി എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നാം ജീവിക്കുന്ന രാജ്യം ഇത് അഭിമാനകരമായ ഒരു രാജ്യമാണ്. ഇതാ ഞാൻ നിങ്ങളോട് ഈ പറയുന്ന സംസാരം ഒരു ഗവൺമെന്റ് എഴുതി തന്നതല്ല. മാന്യമായി സംസാരിക്കാൻ, ഈ രാജ്യത്തിന്റെ കൂടെ നിൽക്കാൻ, ഈ രാജ്യത്തിൽ നിർഭയത്വം ഉണ്ടാകാൻ, ഇവിടെ മനുഷ്യത്വം പറയാൻ,
പൂർണ്ണമായി അധികാരമുള്ള, അവകാശമുള്ള, സ്വാതന്ത്ര്യമുള്ള ഈ രാജ്യത്ത് ഒരു മുസ്ലിമിന്റെ ജീവിതം കൊണ്ട് ഈ രാജ്യത്തൊരു പ്രശ്നമുണ്ടാകരുത്. ഇബ്രാഹിം നബിയുടെ ഒരു പ്രാർത്ഥനയുണ്ട്. അത് കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, അത് പരലോകത്തിന് വേണ്ടി മാത്രമല്ല, അത് സ്വർഗത്തിന് വേണ്ടി മാത്രമല്ല. വഇദ് ഖാല ഇബ്രാഹിമു റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, അല്ലാഹുവേ ഈ മക്കയെ നീ നിർഭയത്വമുള്ള ഒരു നാടാക്കണം റബ്ബേ. വർസഖ് അഹ്ലഹു മിനസ് സമറാത്തി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവേ ഇതിൽ നിന്നുള്ള കായ്ക്കനികൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർക്ക് നീ നൽകണം റബ്ബേ എന്ന് പറഞ്ഞപ്പോ അല്ലാഹു ഇബ്രാഹിം നബിയെ തിരുത്തി. അങ്ങനെയല്ല ഇബ്രാഹിം പറയേണ്ടത്. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർക്ക് ഇതിലെ കായ്ക്കനികളും ഫലങ്ങളും വിഭവങ്ങളും നൽകണമെന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. ഖാല വമൻ കഫറ, എന്നെ നിഷേധിക്കുന്നവർക്കും അത് ഞാൻ നൽകുമെന്നാണ്. അപ്പോൾ വിശ്വാസികൾക്ക് വേണ്ടി മാത്രമുള്ള ഈ ദുനിയാവിന്റെ, ഈ ലോകത്തിന്റെ, രാജ്യത്തിന്റെ പ്രാർത്ഥനയിൽ ഇബ്രാഹിം നബി അള്ളാഹു തിരുത്തുകയാണ്. അല്ല, എല്ലാവരും മനുഷ്യരാണ്, അവരുടെ തെറ്റുകുറ്റങ്ങൾ ഞാനാണ് പരിശോധിക്കുക, പരലോകത്താണ് വിചാരണ നടത്തുക എന്നതാണ് ഇസ്ലാം പറയുന്നത്. അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ സ്നേഹം, സൗഹൃദം, ഇതിലെ സമഭാവന, മനുഷ്യരോട് മാന്യമായി പെരുമാറാൻ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം ഇവിടെ ആഘോഷിക്കുമ്പോൾ ഫലസ്തീനിലെ മുസ്ലിങ്ങൾ എത്രയോ കാലമായി യഥാർത്ഥത്തിൽ ആഘോഷമെന്നത് അവർ അറിഞ്ഞിട്ടേയില്ല. നാം ആരോഗ്യത്തോടുകൂടി ഇരിക്കുമ്പോൾ കൈകളില്ലാത്ത, കാലുകളില്ലാത്ത, കണ്ണുകളില്ലാത്ത, മാതാപിതാക്കളില്ലാത്ത ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ പൂർണ്ണമായി ആളുകൾ നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യരാണ് ഭയന്നുകൊണ്ട്, ബോംബിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന ഫലസ്തീൻ എന്ന ഒരു നാടുണ്ട്. ഒരു വർഷം കൊണ്ട് തന്നെ ഏകദേശം 17,000-ലധികം കുട്ടികൾ, അവർക്ക് പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലാകുന്ന ഹോസ്പിറ്റലുകൾ 94% പൂർണ്ണമായി നശിച്ചിട്ടുള്ള, ഭക്ഷണവും വെള്ളവും ആ ഫലസ്തീനികൾക്ക് ഉപരോധിച്ചിട്ടുള്ള വളരെ പ്രയാസകരമായ, സങ്കടകരമായ അവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ ഫലസ്തീനികൾ ജീവിക്കുന്നത്. വിശുദ്ധ ഇസ്ലാം എന്ന മതത്തിന്റെ, വിശ്വാസത്തിന്റെ ദൃഢത ഫലസ്തീനികളിലേക്ക് നോക്കിയാൽ മതി. ഫലസ്തീനിൽ നിന്ന് ആത്മഹത്യയുടെ വാർത്തകൾ നമുക്ക് കാണാൻ കഴിയില്ല. ഒരാളും അവിടെ ആത്മഹത്യ ചെയ്തിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥന ഫലസ്തീൻ എന്ന രാജ്യം തിരിച്ചു വരുമെന്നത് പ്രവാചകന്റെ പ്രഖ്യാപനമാണ്. തിരിച്ചുവരും, ആ രാജ്യം തിരിച്ചു വരും. അവർ നിർഭയത്വത്തോടുകൂടി ജീവിക്കും. അവർ സ്നേഹം പകർന്നു നൽകിയവരാണ്. ലോകത്ത് നിന്ന് എല്ലാവരും അട്ടിപ്പായിപ്പിച്ച ജൂതന്മാരെ ഇങ്ങോട്ട് വന്നോളൂ, ഞങ്ങൾ സംരക്ഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സംരക്ഷണം നൽകിയവരാണ് ആ ഫലസ്തീനികൾ. ആ ഫലസ്തീനികൾക്ക് വേണ്ടി നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഈ പെരുന്നാളിന്റെ സന്ദേശം എന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ, നമ്മുടെ കർമ്മത്തിന്റെ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിന്റെ ഇഷ്ടവും താല്പര്യവും പരിഗണിച്ചുകൊണ്ട് മുഴുവൻ മനുഷ്യരെയും ആദരിക്കാനും അവർക്ക് അംഗീകാരം നൽകാനും കരുണയോടെ, സ്നേഹത്തോടെ, സൗഹൃദത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന ഒരാഘോഷമാക്കി ഓരോ മുസ്ലിമും ഈ ആഘോഷത്തെ മാറ്റേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യരെന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ റഹ്മാനും റഹീമുമായ റബ്ബേ, ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ, മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, അല്ലാഹുവേ, അവരെ നേരിട്ടുകൊണ്ട് പരലോകത്ത് സ്വർഗത്തിൽ വെച്ചുകൊണ്ട് കാണാനും അവരോട് സല്ലപിക്കാനും അവരുടെ കൂടെ ഇരുന്ന് ആസ്വദിക്കാനും ആ സ്വർഗം നൽകുന്ന വിശ്വാസികളിൽ ഞങ്ങളെയും അവരെയും നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ, അറിഞ്ഞും അറിയാതെയും വന്നുപോയ പാപങ്ങൾ, തെറ്റുകൾ, കുറ്റങ്ങൾ, ന്യൂനതകൾ, പോരായ്മകൾ റഹ്മാനെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് പ്രയാസപ്പെടുന്നവർ ഈ പെരുന്നാളിന്റെ സുദിനത്തിൽ പോലും ഹോസ്പിറ്റലുകളിലൂടെ കറങ്ങി നടക്കുന്ന ഒരുപാട് പാവപ്പെട്ട മനുഷ്യന്മാർ, അല്ലാഹുവേ, ആ മനുഷ്യരുടെ രോഗം നീ ശിഫയാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബത്തിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, അല്ലാഹുവേ, അവരുടെ രോഗം നീ ശിഫയാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾ അവരാണ് അല്ലാഹുവേ ഞങ്ങളുടെ ഈ ദുനിയാവിലെ പ്രതീക്ഷ. മക്കളിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായാൽ അതൊരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രയാസമാണ്. അല്ലാഹുവേ, ഈ ലോകത്തും പരലോകത്തും കൺകുളിർമയുള്ള, അഭിമാനം നൽകുന്ന നല്ല മക്കളെ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, തിന്മയിലേക്ക് വഴുതിപ്പോകാൻ ഒരുപാട് സാധ്യതകൾ, സാഹചര്യങ്ങൾ, സംവിധാനങ്ങളുള്ള ഈ ലോകത്ത് നന്മയിൽ ഈമാനോടുകൂടി ഞങ്ങളെ നീ പിടിച്ചു നിർത്തണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ള ഒരുപാട് നല്ല മനുഷ്യർ, അല്ലാഹുവേ, അവരുടെ പ്രാർത്ഥനകൾ
നീ സ്വീകരിക്കണം റഹ്മാനെ. അവരുടെ ഹലാലായ ആഗ്രഹങ്ങളെ നീ പൂർത്തീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഫലസ്തീനിന്റെ മണ്ണിൽ പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ, അല്ലാഹുവേ, അവർക്ക് അഭിമാനകരമായ അസ്തിത്വം നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, ചൂഷണത്തിൽ അകപ്പെടുന്ന ഒരുപാട് വിശ്വാസി സമൂഹം, അല്ലാഹുവേ, അവർക്ക് നീ വിശ്വാസത്തിന്റെ തെളിമ നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, അപകടങ്ങളില്ലാതെ, പ്രയാസങ്ങളില്ലാതെ, ദുരന്തങ്ങളില്ലാതെ, ദുരിതങ്ങളില്ലാതെ ഈ ലോകത്ത് അഭിമാനത്തോടുകൂടി ജീവിക്കാനുള്ള അവസ്ഥാവിശേഷം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ ജഹദിൽ ബലാഇ വദർക്കി ശഖാഇ വസൂഇൽ ഖളാഇ വശമാതത്തിൽ അഅദാഇ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.